ബാലകൃഷ്ണനല്ലേ? വണ്ടി നിർത്ത്. ബാലകൃഷ്ണ, നീ ഇങ്ങനെ ഇവിടെ വന്നു? എന്നെ പിടിക്കാൻ തന്നെ ചെയ്താനെ. എത്രയായി മാസ്റ്ററെ? 35 രൂപ. എന്തേ 35 ഒരു 350 വെച്ചുകൂടേനോ? ഒരു 10 ഉറുപ്പ്യ വരും. പറ്റുമോ? അല്ല, അവന് വെറുതെ മുങ്ങിയോ? എന്റെ പൈസ ഇതുവരെ നിന്ന മനുഷ്യനാണ്, പിന്നെ കാണാതായി. ഒരു ജിന്നിന്റെ ഒന്ന് കെട്ടേണ്ടത്. എന്റെ പൈസ എടോ. ബാലകൃഷ്ണ എവിടെ പോയി കിടക്കേണ്ടത്? എന്റെ പൈസ എന്നോട് പറയുന്നു. എന്റെ പൈസ ബാലകൃഷ്ണ, ആഹാ ഒളിച്ചിക്കല്ലേ? അങ്ങനെ മുങ്ങാൻ നോക്കണ്ടോ? ആടാ നമുക്ക് നായിന്റെ സോറി, മാറിപ്പോയതാണ്. ക്ഷമിക്കാൻ വിടും. ഈ വണ്ടിയിലാണ് പയ്യോ തവിടുന്നേ. എന്റെ കാശിങ്ങി തന്നെ. ഞാനിത് അവിടെ നിന്ന് ഇവിടെ വരെ പുറകെ വരെയായിരുന്നു. തന്നോട് ആരായിരുന്നു എനിക്ക് എസ്കോർട്ട് വരാൻ? പിന്നെ ഇത് താൻ വന്ന വണ്ടിയല്ലേ? അപ്പൊ ഇതും താൻ വന്ന വണ്ടിയാ? അല്ല, ഇത്തരത്തിൽ എനിക്ക് വരാൻ 2 വണ്ടിയോ? നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതെന്താ ഓട്ടോ സ്റ്റാൻഡാ? എടുത്തു മാറ്റാ വണ്ടി. അതല്ല ചോദിക്കുന്നത്, ഇതെന്താ ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡാ? ഒന്ന് പിടിച്ച് മാറ്റുവാൻ ഞാൻ ഇപ്പൊ വരാം. ഒരാളൊന്ന് കാണോ. താനിത് എവിടെ പോകുന്നു? കണ്ടൂല ഇതിന്റെ അകത്തേക്ക്. ആരെ കാണണമെന്ന് പറഞ്ഞാൽ വിളിച്ച് കാണിച്ചു തരാം. എനിക്ക് പടച്ചാമ്പുരാനൊന്ന് കാണണം. ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്ന് പോയാ ചേടാ. എടാ, നീ ഇതിന്റെ ഉള്ളിലല്ല, ഏത് ബഹറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊരപ്പാ. സോറി, നിങ്ങളല്ല, വേറൊരു തൊരപ്പനുണ്ട്. എന്റെ സ്നേഹിതൻ ബാലകൃഷ്ണൻ. കേട്ടുകൊണ്ട് എന്റെ ഒരു 35,000 രൂപ കടം വാങ്ങിയിട്ട് മുങ്ങിക്കളഞ്ഞാണ് അവൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്ന് വാങ്ങിത്തരുമോ? അല്ലെങ്കിൽ എന്റെ പെങ്ങളെ കല്യാണം മുടങ്ങിപ്പോവും. നിങ്ങൾക്കാവുമ്പോ അതിന്റെ സമ്പളത്തിൽ നിന്ന് കുടിക്കാലോ. ഞാൻ രക്ഷപ്പെടും. അതിന് അവൻ ഇവിടെ അല്ല ജോലി. നുണ പറയരുത്. അവൻ ഈ ആഫീസിലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് നല്ലോണം അറിയാം. ബാലകൃഷ്ണ, എടോ, ഈ തലയ്ക്ക് വെളിവില്ലാത്തവനൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടുന്ന എന്തിനാ? തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല, നിങ്ങളെ വാപ്പക്കാണ്. എടോ, സാധനത്തെ പിടിച്ച് പുറത്താക്കുക.